മുത്തഖീങ്ങളാവണ്ടേ? ഖുർആൻ നൽകുന്ന ഉപദേശം എന്താ? സമ്പാദ്യം ഹലാലാക്കുക. കുറെ പണം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കുറെ പണത്തിന്റെ ആവശ്യമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നിന്റെ മക്കളെ നീ നന്നാക്കി വലുതാക്കി എടുക്കണമെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കുന്ന പൈസ, മക്കളെ കുടിപ്പിക്കുന്ന വെള്ളം, മക്കൾക്ക് കൊടുക്കുന്ന മിഠായി, അത് ഹലാലിന്റെ പൈസയിൽ നിന്നായിരിക്കണം. ഹറാമിന്റെ പൈസ നിന്റെ മക്കളുടെ വയറ്റിലെത്തിപ്പോയാൽ, നിന്റെ വയറ്റിലെത്തിയാൽ വല്ലാഹി സത്യം ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ കുറെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകൾ കൂടി നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കിക്കോ. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്, ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോട്, ദൂതന്മാരോട്, മുർസലീങ്ങളോട്, അംബിയാ മുർസലീങ്ങളോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ അല്ലാഹു നിങ്ങളോടും കൽപ്പിക്കുകയാ. എന്താണ് വിശ്വാസികളെ പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് ത്വയ്യിബാത്, യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഏ മുർസലീങ്ങളെ, നാം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നല്ലത് മാത്രമേ കഴിക്കാവേ, നല്ലത് മാത്രമേ സമ്പാദിക്കാവേ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അവൻ നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നൽ അബ്ദ ഇദാ തഅബ്ബദല്ലാഹ, ഒരു അടിമ, അല്ലാഹുവിന്റെ അടിമ റബ്ബിന്റെ മുന്നിൽ അവൻ ഇബാദത്ത് എടുക്കുമ്പോൾ, അവൻ നമസ്കരിക്കുമ്പോ, അവൻ ദുആ ചെയ്യുമ്പോ, അവൻ ഖുർആൻ പാരായണം നടത്തുമ്പോ, അവൻ ദിക്ർ ചൊല്ലുമ്പോ, അവൻ സ്വലാത്ത് ചൊല്ലുമ്പോ, അവൻ ഹജ്ജ് ചെയ്യുമ്പോ, അവൻ തവാഫ് ചെയ്യുമ്പോ, ഖാല ശൈത്താനു ലിഅഅ്വാനിഹി, പിശാച് തന്റെ അനുയായികളോട് പറയും, ഉൻളുറൂ മിൻ ഐന മത്അമഹു. ആ ഭവ്യതയോടെ ഇബാദത്തോടെ നമസ്കരിക്കുന്ന ആ വ്യക്തിയെ പോയി ഒന്ന് നോക്ക്. അവന്റെ ഭക്ഷണം എവിടെ നിന്നാ, അവന്റെ സമ്പാദ്യം എവിടെ നിന്നാ, അവന്റെ വെള്ളം എവിടെ നിന്നാ, അവൻ കുടിച്ച വെള്ളം എവിടെ നിന്നാ, അവൻ കഴിച്ച ഭക്ഷണം എവിടെ നിന്നാ. ഏ ശൈത്താന്മാരെ, പിശാചുക്കളെ, ഒന്ന് പോയി അന്വേഷിക്കണേ എന്ന് ഇബ്ലീസ് വിളിച്ചു പറയുമത്രേ. ഒരാള് വലിയ ഭവ്യതയോടെ നമസ്കരിക്കുകയാ, വലിയ ഇബാദത്ത് ചെയ്യുകയാ, ഇബ്ലീസ് വിളിച്ചു പറയും, പോയി നോക്കൂ അവന്റെ ഭക്ഷണം എവിടെ നിന്നാ. മിന്നൈന തആമുഹു മത്അമുഹു. അങ്ങനെ വരും, പിശാച് വരും. പിശാച് വന്നിട്ട് അന്വേഷിക്കും, എവിടെ നിന്നാണ് ഭക്ഷണം ഇവന്റെ. നല്ല ഇബാദത്തിൽ ഇങ്ങനെ നിസ്കരിക്കാം. അപ്പൊ ഇവന്റെ തൊള്ളയിൽ കിടക്കുന്ന, എന്റെ വയറ്റിൽ കിടക്കുന്ന, പള്ളയിൽ കിടക്കുന്ന എവിടുന്ന് വന്നതാണ്? ഫൈൻ കാന തഅമുഹു മത്അമ ഹറാം, അവന്റെ സമ്പാദ്യം, അവന്റെ ഭക്ഷണം, അവന്റെ പാനീയം, അവന്റെ വസ്ത്രം, അവന്റെ നിസ്കാര കുപ്പായം, അവൻ നിസ്കരിക്കുന്ന റൂം, ആ വീട്, ഇത് ഹറാം കലർന്നതാണ്, ഹറാം ചേർന്നതാണെങ്കിൽ, ഖാല ശൈത്താൻ, പിശാച് പറയുമത്രേ, യത്അബു വയജ്തഹിദു ഉത്റുകൂ, അവനെ ഉപേക്ഷിക്കുക, അവനെ വിട്ടേക്കുക. യത്അബു വയജ്തഹിദു ഫഖദ് ഖഫാകും നഫ്സഹു, വെറുതെ അവൻ നമസ്കരിക്കുന്നു, വെറുതെ ഖുർആൻ ഓതുന്നു, വെറുതെ നോമ്പ് പിടിക്കുന്നു, വെറുതെ ഹജ്ജ് ചെയ്യുന്നു, വെറുതെ ദിക്ർ ചൊല്ലുന്നു, വെറുതെ സ്വലാത്ത് ചൊല്ലുന്നു. ഫഖദ് ഖഫാകും നഫ്സഹു, നിങ്ങൾ അവനെ ഇടങ്ങേറാക്കാൻ പോകണ്ട. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് ഹറാം. ഹറാമിന്റെ ഒരു തുള്ളി വയറ്റിലുള്ളവൻ, ഹറാമിന്റെ ഒരംശം സമ്പത്തിലുള്ളവൻ, അവൻ എത്ര ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പിശാച് പറയും, അവനെ ഉപദ്രവിക്കണ്ട, അവൻ നിസ്കരിച്ചോട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹറാമിന്റെ ഒരു അംശം സമ്പത്തിൽ കൂട്ടിക്കൊഴിച്ചവൻ ഭയങ്കര ഇബാദത്ത്, ഭയങ്കര ഇബാദത്ത്. ഈ ഇബാദത്ത് പിശാച് പറഞ്ഞെന്താ? വെറുതെ വെറുതെ കഷ്ടപ്പെടുന്നു. മാഫി ഫായിദ, മാഫി ഫായിദ, ഒരു ഫായിദ ഇല്ല. കാരണം എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ?
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ് അന്നഹു ഖറജ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ സഹാബാക്കൾ നബി തങ്ങളുടെ കൂടെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വറഅന്നാസ യതബായഊൻ. കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാ. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ മഅശറ തുജ്ജാർ, ഏ കച്ചവടക്കാരെ കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ ബിസിനസ്സുകാരെ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ഫർതഫഉ ഫറഫഉ അഅനാഖഹും വഅബ്സാറഹും. കുനിഞ്ഞിരുന്ന് കച്ചവടം ചെയ്തവർ നബി തങ്ങളുടെ വിളി കേട്ടപ്പോൾ ഫസ്തജാബു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും. അവരുടെ മുഖം അവർ നിവർത്തുകയാ. നബി തങ്ങൾ വിളിച്ചു. എല്ലാവരും കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. നബി തങ്ങളുടെ വിളി കേട്ടപ്പോൾ ആ നബി തങ്ങളുടെ വിളിക്ക് മറുപടി നൽകി എല്ലാവരും. വറഫഉ അഅനാഖഹും വഅബ്സാറഹum. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, ഏ കച്ചവടക്കാരെ, ഏ ബിസിനസ്സുകാരെ, ഇന്ന തുജ്ജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദ്ദഖ. ഏ കച്ചവടക്കാരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് ഹിജാസിന്റെ മണ്ണിൽ കച്ചവടക്കാരുടെ കച്ചവടം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, ഏ തുജ്ജാറുകളെ, കച്ചവടക്കാരാ, ബിസിനസ്സുകാരാ, നാളെ ആഖിറത്തിൽ കച്ചവടക്കാർ രണ്ട് കോലത്തിലാണ് വരിക. ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ. ഒന്നുകിൽ കച്ചവടക്കാരൻ തമ്മാടിയുടെ കോലത്തിലായിരിക്കും വരിക, നരകത്തിന്റെ കത്തിയെരിയുന്ന തീയിലേക്ക് അമരാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കും വരിക. ഇല്ലാ ആരൊരാള് കച്ചവടത്തിൽ സത്യസന്ധതയും, ആരൊരാള് ധർമ്മവും, ആരൊരാള് ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമനിർമ്മാണങ്ങളെ കച്ചവടങ്ങളിൽ പാലിക്കുന്നില്ലയോ, അവരൊഴിച്ച് നാളെ കച്ചവടക്കാരെല്ലാം റബ്ബിന്റെ കോടതിയിൽ തമ്മാടികളായിട്ടാണ് വരിക. അതുകൊണ്ട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ശൂബൂ ബൈഅകും ബിസ്സദഖ ഇന്ന ശൈത്താന യഹ്ളുറാനിൽ ബൈഅ. കച്ചവടത്തിൽ പിശാച് കയറി കുടുങ്ങിപ്പോകും സഹോദരങ്ങളെ. കച്ചവടത്തിൽ ഹറാമ് വരട്ടെ, കബളിപ്പിക്കൽ ഉണ്ടാകട്ടെ, നല്ല സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് മോശമായ സാധനങ്ങൾ കൊടുക്കുകയും കച്ചവടത്തിൽ കളവ് പറയുകയും ചെയ്തുകൊണ്ട് കച്ചവടം നടത്താൻ പിശാച് നിങ്ങളെ ഉത്ബോധനം നടത്തും. ഇന്ന ശൈത്താന യഹ്ളുറാനിൽ ബൈഅ ഫശൂബൂ ബൈഅകും ബിസ്സദഖ. കടയടയ്ക്കുമ്പോൾ നിങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ന്യൂനതകൾക്ക് പരിഹാരമായി നിങ്ങൾ കുറച്ച് സദഖ ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാകും, പിശാച് ഇടങ്ങേറുണ്ടാക്കും പിശാച്. അത് കുറച്ച് അങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചോട്, ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചോട്. ചൈന എടുത്തിട്ട് വന്നത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ്. നല്ല സാധനം നല്ലതുണ്ട്. البيعان بالخيار ما لم يتفرقا. രണ്ടുപേര് കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കണമേ. ഫൈൻ ബയ്യനാ വസദ്ദഖാ. നിങ്ങൾ ആ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ ബൂരിക ലഹുമാ, ആ രണ്ട് കൂട്ടർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യും. വൈൻ കതമാ വകദബാ, നിങ്ങൾ ആ കച്ചവടത്തിൽ കളവ് പറയുകയും അതിന്റെ രഹസ്യം മറച്ചു വെക്കുകയും ചെയ്താൽ മുഹിഖത്ത് ബർക്കത്തു ബൈഇഹിമാ, ആ രണ്ടുപേരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ആ കളവ് പറഞ്ഞ പൈസ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കല്ലേ. ആ കളവ് പറഞ്ഞു കിട്ടിയ പൈസ നമ്മൾ സദഖ ചെയ്യരുതേ. ആ കളവ് പറഞ്ഞു കിട്ടിയ സദഖയുമായി നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കരുതേ. കാരണം എന്തെന്നറിയുമോ, അതെല്ലാം നാളെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അകലൽ ഹലാല 40 യൗമാ, 40 ദിവസം ഒരാൾ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ നവ്വറല്ലാഹു ഖൽബഹു മിൻ നൂരിഹി വഅജ്റാ യനാബിയൽ ഹിക്മതി മിൻ ഖൽബിഹി.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുഖത്തെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ, നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇൽമും ജ്ഞാനവും അല്ലാഹു പുറത്തേക്ക് അല്ലാഹു വ്യാപിപ്പിക്കുമത്രേ. അതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുകയും ദീനീ ബോധമുള്ളവരായി മാറുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ 40 ദിവസം ഹലാലായ ഭക്ഷണം കഴിച്ചവരെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅയ്യജഅല അഹദുകും ഫീ ഫീഹി തുറാബാ ഖൈറുൻ മിൻ അയ്യജഅല അഹദുകും ഫീ ഫീഹി ഹറാമാ. ഹറാമായ ഭക്ഷണം കൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യം മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി തിന്നടോ. അതാണ് നിനക്ക് ശ്രേഷ്ഠം. നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൽ കളവ് കാട്ടിയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതേ. നാളെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ദുആ സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല, ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്താ? കച്ചവടം എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തലബ ദുനിയാ ആരെങ്കിലും ഹലാലായി സമ്പാദിക്കുമ്പോ ഇസ്തിഅഫാഫൻ മിനൽ മസ്അല, ആരുടെ മുന്നിലും പോയി യാചിക്കരുതെന്ന ലക്ഷ്യത്തോടെ വസഅയൻ വഅത്ഫൻ അലാ അഹ്ലിഹി വസഅയൻ അലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിന് ചെലവ് നൽകണമെന്ന ലക്ഷ്യത്തോടെ വതഅത്തുഫൻ അലാ ജാരിഹി, അയൽവക്കക്കാരെ കൂടി പരിഗണിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും കച്ചവടം ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ ഇവന്റെ മുഖം പ്രകാശിച്ച അവസ്ഥയിലായിരിക്കും ഖിയാമത്ത് നാളിൽ ഇവനെ ഹാജരാക്കപ്പെടുക. ഹലാലായ സമ്പാദ്യം എന്തിന്? ഒന്ന് ഇസ്തിഅഫാഫു മിനൽ മസ്അല, മസ്അല തെണ്ടാൻ പാടില്ല, യാചിക്കാൻ പാടില്ല ആരുടെ മുന്നിലും പോയി, അതിൽ നിന്ന് ഒഴിവാകണമെന്ന ലക്ഷ്യത്തോടെ. വസഅയൻ അലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കണമെന്ന നിയത്തോടെ. വതഅത്തുഫൻ അലാ ജാരിഹി, കുടുംബത്തെ മാത്രമല്ല അയൽവക്കത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും കച്ചവടം ചെയ്താൽ ഖിയാമത്ത് നാളിൽ 14 രാവിലെ ചന്ദ്രന്റെ മുഖഭാവത്തോടു കൂടി ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഹലാലായ സമ്പാദ്യം തന്നെ, മൻ തലബ ദുനിയാ ഹലാലാ മുഫാഖിറൻ ബിഹാ വമുകാസിറാ, ആരെങ്കിലും സമ്പാദ്യം അധികരിപ്പിക്കണം എന്ന പ്രൗഢിയോടുകൂടിയാണ് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ ലഖിയല്ലാഹ യൗമൽ ഖിയാമ വഹുവ അലൈഹി ഗളബാൻ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ഇവൻ കാണുമ്പോൾ കോപിഷ്ഠനായ അവസ്ഥയിലായിരിക്കും. കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സാധനം അത് അസലാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുക, കച്ചവടത്തിൽ മായം ചേർക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിൽ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് നാളെ വരുമ്പോ റബ്ബ് അവനെ കടാക്ഷിക്കുകയില്ല, അവനെ കാണുകയില്ല, അവനെ നോക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നല്ലത് സമ്പാദിക്കണമേ, നല്ലത് കൊടുക്കണമേ, ഇല്ലാത്തവർ എന്നെ കാണാൻ വരരുതേ, അവരുടെ ദുആ സ്വീകരിക്കില്ല, അവരുടെ അന്ത്യം വളരെ മോശമാകുമെന്ന് ഖുർആൻ. ഒരുപാട് വിശദീകരിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തൽക്കാലം ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് ചർച്ച ചെയ്ത് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് കച്ചവട ഹലാൽ ഒരുപാട് ഹദീസുകൾ ആയത്തുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിയമം, കുറച്ച് സമ്പാദിച്ചാലും മതി, അത് സമ്പാദ്യം ഹലാലായിരിക്കണം, ഉള്ളത് മതി, കുറച്ച് മതി, അതിൽ ബർക്കത്ത് കിട്ടിയാൽ മതി. ആ ബർക്കത്താണ് വേണ്ടത്. ആരെങ്കിലൊക്കെ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ബക്കറ്റ് എടുത്തോ, എന്തായാലും കൊണ്ടുവന്നില്ല, ഇന്നലെ ഭീഷണി പിടിച്ചതുകൊണ്ട്. എന്നല്ല ഈ ഉണ്ടി എന്തായാലും പറയാ പെട്ടിക്കകത്ത് തിരികെ പൈസ ഇടാൻ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായി പോയി, അതുകൊണ്ട് കളക്ഷൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു ബക്കറ്റ് ആയിക്കോ, ആളുകൾക്ക് ഒന്ന് തിരിക്കി ഇടാനൊന്നും സമയമില്ല, പെട്ടെന്ന് വേണമെങ്കിൽ എടുത്ത് 500-1000 ഇട്ട് തരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹാഫിളീങ്ങൾ ഓതി ഖത്തമുൽ ഖുർആൻ ചെയ്യുന്ന ആ പുണ്യമായ മജ്ലിസാണ്. നമ്മുടെ ഇബാദത്തുകളും അമലുകളും കച്ചവടവും ഒക്കെ സ്വീകരിക്കാൻ എല്ലാവരും നിയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് ഒരു മാന്യമായൊരു തുക അവരെ ഇന്ന് ബക്കറ്റായിട്ട് വരും. അതിനകത്തോട്ട് ഖുർആനെ സ്വീകരിക്കുന്നവർ 3 രീതിയിലാണ്. ഖുർആനെ സ്വീകരിക്കുന്നവർ 3 രീതിയിൽ 3 കോലത്തിലാണ്. ثم أورثنا الكتاب الذين
اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെയും ഉള്ളടക്കങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് ആ ഖുർആൻ സമർപ്പിക്കുകയാ. ഈ ഖുർആനിന്റെ സാരഥികൾ ആരാണ്? ഈ ഖുർആൻ സ്വീകരിക്കേണ്ടവർ ആരാണ്? ഈ ഖുർആനിന്റെ അംഗീകരിക്കേണ്ടവർ ആരാണ്? നമ്മുടെ അടിമകളിൽ നിന്ന് കുറച്ചാളുകളെ ഈ ഖുർആനിന്റെ ഉത്തരവാദിത്വവുമായി നാം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഖുർആൻ, ഈ ഖുർആൻ സ്വീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധ ഖുർആൻ പറയാണ്. നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ദീർഘിപ്പിടിക്കാൻ സമയമില്ല. നമുക്ക് ഇവിടെ സമയത്തിന് ചില പരിധികളൊക്കെ ഉണ്ടല്ലോ, ഓരോ ഏരിയകൾ. കാസർഗോഡ് ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ 1 മണി വരെ സംസാരിച്ചാൽ ഒരു പ്രശ്നമല്ല പാതിരാത്രി. ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ചില സമയങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ പാലിക്കണം. പാലിച്ചുകൊണ്ടുള്ള പരിപാടി. അധിക പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചേരം കൂടി എന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് പോയപ്പോൾ ഇതിപ്പോൾ ഇനി കേട്ടാൽ നാളെ പോലെ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന വിഷയമായിരിക്കും. എന്തായാലും മരിക്കും ഉറപ്പാണ്. പക്ഷെ മരിക്കുന്ന സമയം നല്ല റാഹത്തായിട്ട് മരിക്കണം. അതിനുവേണ്ടി തയ്യാറാണ്. മരിക്കും എന്തായാലും ഉറപ്പാണ്. അതിന് എത്ര ഒളിച്ചു കളിച്ചിട്ടും കാര്യമില്ല. മരണം എത്തുമ്പോൾ ഖബറിലേക്ക് പോകണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് വരെ ചെയ്തത് പോട്ടെ, ഇന്നലെ വരെ ചെയ്തത് പോട്ടെ. ഖുർആൻ പറയുന്ന സന്ദേശം ഇങ്ങനെയൊക്കെ ഉണ്ടോ അറിയില്ല. അല്ലാഹുവേ നീ മാപ്പാക്കണേ. തൗബ ചെയ്യാനുള്ള അവസരമല്ലേ? തൗബ ചെയ്യാനുള്ള അവസരമാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ആ തൗബ ചെയ്യാനുള്ള അവസരം നമ്മളത് മുതലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമിക്കുക. അതല്ലാതെ കണ്ട് നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പറയല്ല. കച്ചവടത്തിൽ എല്ലാവർക്കും ന്യൂനതകൾ കാണും. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. നിബിധങ്ങൾ പറഞ്ഞ വാക്കുകളും ഹദീസുകളുമാണ് ഞാൻ പറയുന്നത്. ഇനിയും നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഹറാമുകൾ സമ്പാദിച്ചാലോ? ഉപ്പ മരണപ്പെട്ടു പോയി. നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി കേൾക്കുമ്പോൾ മനസ്സിലാകും, ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അനന്തര സ്വത്തുകൾ അധികരിപ്പിച്ചാൽ ആ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് നരകത്തിലേക്കാണ് പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് കൂടി ഒന്ന് കേൾക്കണേ. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. നിങ്ങളുടെ സ്വഭാവം നിശ്ചയിച്ചതുപോലെ തന്നെ അല്ലാഹു നിങ്ങളുടെ റിസ്ക്കും നിശ്ചയിച്ചിരിക്കുകയാ. ഒരാൾക്ക് അത്ര റിസ്ക് ദുനിയാവിൽ കിട്ടും, അത് അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വഭാവം അല്ലാഹു തീരുമാനിച്ച് നിശ്ചയിച്ചതുപോലെ നിങ്ങളുടെ റിസ്ക്കും അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഈ ദുനിയാവിന്റെ പ്രൗഢിയും പ്രതാപവും സമ്പത്തും അധികാരവും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും നൽകും, ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എത്ര അധികാരികളാണ് ലോകം അടക്കി വാണിരുന്നത്. ഫറോവ പോലും അവന്റെ കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അന റബ്ബുകുമുൽ അഅ്ലാ, ഉന്നതനായ റബ്ബ് രക്ഷിതാവ് ഞാനല്ലയോ, എന്റെ കാലിന്റെ കീഴിലൂടെയല്ലയോ നൈൽ നദി ഒഴുകുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരാ, ആ ഫറോവ പോലും തകിടം മറിഞ്ഞ ചരിത്രമാണ് ദുനിയാവിൽ നാം കണ്ടതെങ്കിൽ എത്രയോ 1000 വർഷം പഴക്കമുള്ള ആ മൃതശരീരം പോലും ഇന്ന് നാം ഈജിപ്തിൽ പോയാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ പടച്ച തമ്പുരാൻ ലോകത്തിൽ അഹങ്കരിച്ച ഓരോ പ്രൗഢിയും ഓരോ അഹങ്കാരികളുടെയും ചരിത്ര പശ്ചാത്തലം ഖുർആനിൽ നമുക്കൊരു പാഠമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ദുനിയാവ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മറിച്ച് വലാകിൻ, പക്ഷേ യുഹിബ്ബു വലാകിൻ ഇന്നല്ലാഹ വലാകിൻ യുഅതി ദീന മൻ യുഹിബ്ബു
യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. ഒരു പ്രവാചകന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. ഒരു വലിയന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. പരിശുദ്ധ പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ ഭാര്യ പിഴച്ചുപോയി, നൂഹ് നബിയുടെ ഭാര്യ പിഴച്ചുപോയി. പരിശുദ്ധ പ്രവാചകന്റെ കുടുംബക്കാരിൽ എത്രയോ പേർക്ക് ഹിദായത്ത് കിട്ടാതെ പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവിയിൽ പോലും പോയി പറഞ്ഞിട്ട് ഷഹാദത്ത് ചൊല്ലാൻ താല്പര്യം കാണിക്കാത്ത കൊച്ചാപ്പമൂത്താപ്പമാരുടെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കിയെങ്കിൽ മഹദിയായ ആസിയ റളിയല്ലാഹു തആല അന്നയ്ക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമെങ്കിൽ അവിടുത്തെ ഭർത്താവ് പോലും പിഴച്ചു പോയെങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇന്നല്ലാഹ യുഅതി ദീന മൻ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ദീൻ നൽകുകയുള്ളൂ. വമൻ അഅതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അവരോട് അല്ലാഹു നൽകുന്ന ഉപദേശമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വമൻ അഅതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് നൽകുന്ന ഉപദേശമാ. ഒന്ന്, വലാ യക്സിബു അബ്ദുൻ മാലൻ ഹറാമാ ഫയുൻഫിഖ മിൻഹു ഫയുബാറക ലഹു ഫീ. ഹറാമായ സ്വത്തുകൾ കോടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ട് ഫയുൻഫിഖ മിൻഹു, അതിൽ നിന്ന് നീ ചെലവ് ചെയ്യുകയും ഫയുബാറക ലഹു ഫീഹി, അതിൽ ബർക്കത്ത് കിട്ടണേ എന്ന് നീ പ്രതീക്ഷിച്ചാൽ അത് ബർക്കത്ത് കിട്ടുകയില്ല, അതിൽ ബർക്കത്ത് കിട്ടുകയില്ല. ولا يتصدق منه صدقة فيتقبل منه. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് നീ സദഖ ചെയ്തിട്ട് ഇത് സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. വലാ യത്റുകുഹു ഖൽഫ ളഹിരിഹി ഇല്ലാ കാന സാദുഹു ഇലന്നാർ. മാതാപിതാക്കൾ സമ്പാദിച്ച സമ്പാദ്യം ഹറാമായി പോയെങ്കിൽ അതിന്റെ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കളെ, അവർ ഉപയോഗിക്കുന്ന സ്വത്തുകൾ ഹറാമാണെങ്കിൽ ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ സമ്പത്തും ആ സ്വത്തും അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാ. ഹറാമായ സമ്പാദ്യത്തിലൂടെ പണം സ്വരൂപിച്ച പിതാവ് മരിച്ചുപോയാൽ അത് സുഖിക്കുന്ന മക്കൾ ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ ഉപ്പാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, എന്റെ ഉമ്മാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, അല്ലാഹുവേ അവരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണമേ എന്ന് മക്കൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി പറയുകയാ മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മശ്റബുഹു ഹറാം. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്, നിന്റെ ഉപ്പ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ ഉമ്മ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ വയറ്റിൽ കുടിച്ച വെള്ളം നീ ഹറാമാണ്, നിന്റെ ശരീരത്തിൽ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാ. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ ദുആയിക്ക് ഞാൻ ഉത്തരം നൽകുക? ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ ദുആ ഇവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു തിന്മയെ തിന്മ കൊണ്ട് മായ്ച്ചു കളയുകയില്ല. വലാകിൻ യംഹുസ്സയ്യിഅ ബിൽ ഹസനി, അല്ലാഹു തിന്മയെ നന്മ കൊണ്ട് മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിയാറുകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, കേവലം ഭൗതിക ക്ഷണികമായ നശ്വര ജീവിതത്തിന് വേണ്ടി ഹറാമ സമ്പാദിക്കല്ലേ. അല്ലാഹു ഖുർആനിൽ പറയുകയാണ് ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه. ഈ പരിശുദ്ധ ഖുർആൻ ഞാൻ അവരുടെ അനന്തര സ്വത്തായി നൽകിയിട്ട് ആ ഖുർആനിനോട് അതിക്രമം പ്രവർത്തിച്ചവരും ഈ സമുദായത്തിലുണ്ടത്രേ. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്. വമിൻഹും മുഖ്തസിദ്, മധ്യ നിലപാടെടുത്തവരുമുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ
ഈ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങൾ കൊണ്ട് മുന്നേറിയവരുമുണ്ടത്രേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഫഅമ്മല്ലദീന സബഖൂ, ആരൊരാൾ ഖുർആൻ കൊണ്ട് മുന്നേറിയോ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ വിചാരണ കൂടാതെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ വഅമ്മല്ലദീന ഖതസദൂ, ഈ ഖുർആനിനോട് മധ്യ നിലവാരം പുലർത്തിയവർ, ഖുർആനിനോട് മധ്യവർത്തികളായവർ, ഫൗലൈകല്ലദീന യുഹാസബൂന ഹിസാബൻ യസീറാ, ലഘുവായ തോതിലായിരിക്കും അവരെ വിചാരണ ചെയ്യപ്പെടുക, ലഘുവായ വിചാരണയായിരിക്കും അവർക്ക്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ കാന മുഅദ്ദബാ. മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, ആരെയെങ്കിലും നാളെ ആഖിറത്തിൽ ഹിസാബിന് വേണ്ടി നിർത്തപ്പെട്ടാൽ, വിചാരണ ചെയ്യാൻ നിർത്തപ്പെട്ടാൽ, യാ ആയിഷ, അവൻ നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു യഖൂൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നബിയേ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ വിചാരണ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ അവരെ പിടിച്ചു നിർത്തപ്പെടുക എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ഇന്നമൽ ഹിസാബുൽ യസീർ. ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അയ്യൻദുറല്ലാഹു ഫീ കിതാബിഹി സുമ്മ യതജാവസു അൻഹു. ഈ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അല്ലാഹു വെറുതെ ഒന്ന് നോക്കും ആയിഷ, അത് പരിധി നോക്കില്ല ആയിഷ. ഫമൻ നൂഖിഷ ഉദിബ, ആരൊരാളെ അല്ലാഹു ഗൗരവത്തോടുകൂടി ചികഞ്ഞന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ഉദിബ, ശിക്ഷിക്കപ്പെടും ആയിഷ, രക്ഷപ്പെടുകയില്ല ആയിഷ. പിന്നീട് രഹസ്യ വിചാരണ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അയ്യൻദുറല്ലാഹു ഫീ കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു വെറുതെ ഒന്ന് നോക്കുകയും സുമ്മ യതജാവസു അൻഹു, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഫഅമ്മല്ലദീന ഖതസദൂ ഫിദ്ദുനിയാ, ഖുർആൻ മധ്യവർത്തികൾ, ഖുർആനിന്റെ നിയമങ്ങളെ മധ്യ നിലപാടോടുകൂടി സ്വീകരിച്ചവർ, ഫൗലൈക യുഹാസബൂന ഹിസാബൻ യസീറാ, അവരെ ലഘുവായ തോതിലായിരിക്കും നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുക. ഫഅമ്മല്ലദീന ളലമൂ അൻഫുസഹും, പരിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാതെ, അതിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കാതെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ദാസന്മാരെ, ദാസികളെ, ഫൗലൈക യുഹ്ബസൂന ഫീ തൂലിൽ മഹ്ശർ, മഹ്ശറ വൻസഭയിൽ അവരെ പിടിച്ചു നിർത്തപ്പെടുമത്രേ. അവർക്ക് രക്ഷയില്ല, അവർക്ക് രക്ഷയില്ല, അവരെ പിടിച്ചു നിർത്തപ്പെടുകയാണ്. റാഫിഇ റൂസിഹിം മിനസ് സമാ, ആകാശത്തിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ തലയ്ക്ക് മീതെ ഗർജിച്ചു തീ തുപ്പുന്ന സൂര്യനാണ് നിലകൊള്ളുന്നത്. റാഫിഇ റൂസിഹിം മിനസ് സമാ, ആകാശത്തേക്ക് അവർ കണ്ണും നട്ടിരിക്കും. അവർ വിളിച്ചു പറയും അത്രേ, ഞങ്ങളുടെ വിചാരണയൊന്ന് വേഗത്തിലാക്കണമേ, ഞങ്ങളുടെ വിചാരണയൊന്ന് എളുപ്പമാക്കണമേ, ഞങ്ങളെ ഒന്ന് വേഗത്തിൽ രക്ഷപ്പെടുത്തണമേ എന്ന് ആകാശത്തേക്ക്, സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് വർഷങ്ങളോളം പ്രതീക്ഷിക്കേണ്ടി വരും സഹോദരാ. ഫൗലൈക യുഹ്ബസൂന ഫീ തൂലിൽ ഹിസാബ്. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ, മാതാവിനേക്കാൾ സ്നേഹമുള്ള പടച്ചതമ്പുരാൻ, 70 മാതാക്കളെക്കാൾ തന്റെ ദാസന്മാരോട് കരുണയുള്ള പടച്ചതമ്പുരാൻ, റബ്ബിന്റെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ സാധുക്കളുടെ മേലേക്ക് കാരുണ്യം ചൊരിയും, കാരുണ്യം ചൊരിയുമത്രേ. സുമ്മ തലഫാഹുമുല്ലാഹു ബിറഹ്മതിഹി, അവൻ
അവന്റെ കാരുണ്യം കൊണ്ട് അവരെ പൊതിയുമ്പോ അള്ളാഹുവിന്റെ അവസാനത്തെ ഓർഡറാ, സ്വർഗത്തിലേക്ക് പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. പരിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളെ ഉൾക്കൊണ്ടിട്ട് അവിടെയും ഇവിടെയും കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയവനല്ലേ നീ, നിന്റെ മേൽ ഞാൻ ഇതാ കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാ. അവർ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ വിളിച്ചു പറയും അത്രേ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ അദ്ഹബ അന്നൽ ഹസൻ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാനാണ് പടച്ചവനെ, നീ എത്ര കരുണക്കടലാണ് പടച്ചവനെ. നിന്റെ ദാസന്മാരായ ഞങ്ങൾ നിന്നോട് പൊട്ടിക്കരഞ്ഞപ്പോ ഞങ്ങളെ നീ ആ കണ്ണീരിന്റെ ഓരോ കാരണങ്ങൾ സ്വീകരിച്ച് റബ്ബേ നീ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചവനല്ലയോ. നിനക്കാണ് അഖിലസ്തുതി, നിനക്കാണ് നിഖിലസ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. വർഷങ്ങളോളം ഈ സൂര്യന്റെ ചൂടിൽ ഞങ്ങൾ മുങ്ങിത്താണു പോയ ഞങ്ങളെ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളി, നിന്റെ ഔദാര്യത്തോടെ ഈ സ്വർഗത്തിലേക്ക് താമസിപ്പിച്ചവൻ നീയാണല്ലോ പടച്ചവനെ. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. ഇവിടെ ഒരു പ്രയാസവുമില്ല, ഇവിടെ ഒരു ക്ഷീണവുമില്ല, ഇവിടെ ഒരു ദുഃഖവുമില്ല. അല്ലാഹ് നാളെ വിശ്വാസികൾ പറയും, അല്ലാഹ് കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തട്ടെ, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നവരാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആനിനെ സ്വീകരിച്ചവർ ആ ഒരു കോലത്തിലെത്തും. അതുകൊണ്ട് ഖുർആനെ അംഗീകരിച്ച് സ്വർഗത്തിലേക്ക് ബന്ധോഫിക്കുക. പരിശുദ്ധ ഖുർആന്റെ അടുത്ത പ്രമേയം എന്താണെന്നറിയാം? അതോടെ പറഞ്ഞാൽ നിർത്താൻ. ചില ആളുകളുടെ ധാരണ പരിശുദ്ധ ഖുർആൻ തീവ്രവാദം, ഭീകരവാദം, അവരെ കൊല്ലണം, ഇവരെ കൊല്ലണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇല്ല, അതിനൊരു മറുപടി ഖുർആൻ പറയുന്ന ഒരു വാക്കുകൂടെ അതോടെ കണ്ടിട്ട് പോയിക്കോളി. ഖുർആൻ പറയുന്ന പ്രമേയം എന്താ? വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന സഹോദരങ്ങളുടെ ദേവതകളെയോ അവരുടെ അമ്പലങ്ങളെയോ അവരുടെ ചർച്ചുകളെയോ അവരുടെ ബുദ്ധവിഹാരങ്ങളെയോ അവരുടെ ഗുരുദ്വാരകളെയോ തെറി പറയല്ലേ, തെറി പറയല്ലേ, ആക്ഷേപിക്കല്ലേ. അങ്ങനെ ആക്ഷേപിച്ചാൽ അവർ നിങ്ങളുടെ റബ്ബിനെ ആക്ഷേപിക്കുമത്രേ. അതുകൊണ്ട് യുവാക്കളെ, സഹോദര, പരിശുദ്ധ ഖുർആനിന്റെ വിളിയാളമാ. അന്യ സമുദായത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കരുത്, ആക്ഷേപിക്കരുത്. ഖുർആൻ എത്ര മഹത്തായ ഗ്രന്ഥം, എത്ര മഹത്തായ ഗ്രന്ഥം. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിനെ വേദനിപ്പിക്കുന്നവർക്ക് ചുട്ട മറുപടി നബിതങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വരാൻ ഒരു പെണ്ണ് തന്റെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നാൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഒളിച്ചോടൽ സമ്പ്രദായം അന്നേ ഉണ്ട്, മനസ്സിലാക്കിക്കോ. അപ്പൊ പ്രണയിച്ചിട്ട് അവസാനം പറഞ്ഞു, എന്താ, നിങ്ങൾ എന്റെ കൂടെ മക്കയിൽ വരാമെങ്കിൽ നമുക്ക് എന്റെ കൂടെ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. ലവ് ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ. ആരെങ്കിലും പെണ്ണിനെ മോഹിച്ചാണ് പലായനം ചെയ്യുന്നതെങ്കിൽ, ഹിജ്റ ചെയ്യുന്നതെങ്കിൽ, അള്ളാന്റെ തൃപ്തി അവർക്കില്ല, റസൂലുള്ളാന്റെ തൃപ്തി അവർക്കില്ല. അവളെ അവൻ വിവാഹം കഴിച്ചോണ്ട് പോയിക്കോട്ടെ. അള്ളാഹു റസൂലും അതനുവദിക്കുന്ന കാര്യമേ അല്ല. അന്നേ അള്ളാഹു തആല ഒളിച്ചോട്ടത്തെ നബി തങ്ങൾ നിരോധിച്ചു. ഒളിച്ചോട്ടം, പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങളായിട്ടുള്ള ഒളിച്ചോടം നബി തങ്ങൾ അന്നേ നിരോധിച്ചു. അങ്ങനെ പോകുന്നവർ അത് അള്ളാഹ് റസൂലിനാക്കി വേണ്ടില്ല, അതിനെ ഇസ്ലാം വിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കല്ലേ. പിന്നെ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഏയ്, ഖുർആൻ തന്നെ പറയുന്നല്ലോ വ്യക്തമായിട്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ
ലനാ അഅമാലുനാ വലകും അഅമാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ ലകും ദീനുകും വലിയ ദീൻ. ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു പറഞ്ഞ എന്താ? നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. നമുക്കിവിടെ മതത്തിന്റെ പേരിൽ പരസ്പരം അടിക്കാനോ സംഘർഷം ഉണ്ടാക്കാനോ വേണ്ട. നബിയെ ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരല്ലേ നബിയെ. അള്ളാഹുവിന്റെ റസൂലാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ആദ്യമായി മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ഇസ്ലാമ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കരുതേ, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുതേ. പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അന്യമതക്കാരെ വേദനിപ്പിക്കരുത്, അവരെ തെറി പറയരുത്, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത്. ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ സത്യസന്ധമായ വിധികളെ വിളിച്ചു പറയുക. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവ പോട്ടെ, അവന്റെ പോട്ടനെ. പിന്തിരിഞ്ഞു പോകുന്നവന്റെ സംരക്ഷകനായി നബിയെ അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങ് എത്ര കൊതിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ പറ്റൂല. ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ? ഇവിടെ ആരും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, എന്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് നൽകുന്ന സമ്മാനമാണ് സമാധാനം, സന്തോഷം. സമാധാനം, സന്തോഷം ലോകത്ത് നൽകുന്നു. ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ലോക സമാധാനം നൽകണമേ. ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കണ്ടാൽ കൈമാറുന്ന മെസ്സേജ് എന്താണ്? അസ്സലാമു അലൈക്കും. അത് ആ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല അതിന്റെ അർത്ഥം, അവനെ വെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. മറുപടി വഅലൈക്കും അസ്സലാം, തദൈവ, നിനക്കും അതുണ്ടാകട്ടെ. ഓരോ മുസൽമാന്റെ നമസ്കാരത്തിൽ ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതം ഇസ്ലാമാണ്. ഇവിടെ വൈരുദ്ധ്യമില്ല, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ചിലപ്പോൾ വൈരുദ്ധ്യം കാണും. ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ദ്രാവണോദീതോ ബ്രാഹ്മണോ മദൈവതം. സകലവിധ അനുഗ്രഹങ്ങളും ബ്രാഹ്മണ മതക്കാർക്ക് ഉണ്ടാകട്ടെ. അപ്പൊ ബാക്കിയുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ എന്താ ചെയ്യാ? ബ്രാഹ്മണർക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാകേണ്ടത്, സകല മനുഷ്യർക്കും ഉണ്ടാകണം. സ്വസ്തി പ്രജാഭ്യാ പരിപാലേന്താം രായേണ മാർഗേണ മഹീമഹീംഷാ ഗോബ്രാഹ്മണേഭ്യാ സുഖമസ്തു നിത്യാ ലോകാ സമസ്താ സുഖിനോ ഭവന്തോ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ എന്ന് മറ്റൊരു പ്രമാണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ ആദർശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. സമാധാനാദർശമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിന്റെയും ഉള്ളടക്കങ്ങൾ സമാധാനമാണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓം ജയ് ജഗദീശ് ഹരേ, ജയ് ജഗദീശ് ഹരേ, ഭക്തജനോं की संगड़ दास जनों की संगड़ क्षण में दूर करे. ओम जय जगदीश हरे, मातृपिता तुम मेरे शरण पड़ में किसकी, स्वामी शरण पड़ में किसकी. दाता है तुम मेरे, दाता है तुम मेरे, कृपा करो स्वामी. ओम जय जगदीश हरे. എന്താ അതിന്റെ അർത്ഥം? കൃപാകരോ, ഞങ്ങൾക്ക് ശാന്തിത, സമാധാനം എന്താ? ഓം 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 എന്ന് വിളിച്ചു പറയുന്നു. എന്താ ഈ ഓമിന്റെ അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഈ ഓം. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ.
പ്രവണോപനിഷത്ത് പരിശോധിച്ചാൽ ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന 13 സൂക്തങ്ങൾ അതിനകത്തുണ്ട്, 13 മന്ത്രങ്ങൾ. അതിൽ കാണാം ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളുടെ സമന്വയമാണ്. ആ ഉ മ, ആ ഉ മ, ഈ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഓം. ഔം എന്നാണ് ഉച്ചരിക്കുക. ഔം. യഥാർത്ഥ പൂജാരിമാർ അത് ഉച്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. ഓം നമോ നാരായണായ നമഃ, ഓം നമോ നാരായണായ നമഃ, ഓം തേജോസി തേജോമയി ദേഹി, ഓം ബലോസി ബലോമയി ദേഹി, ഓം ഊർജോസി ഊർജോമയി ദേഹി, ഓം വീര്യോസി വീര്യോമയി ദേഹി. ഓംകാര ശബ്ദമേ, ഓംകാര ശബ്ദമേ, അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അജ്ഞാനമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഓം, ഈ ഓം എന്ന ഈ ഒരു അടയാളം ഈ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 അക്ഷരങ്ങളാണ്. ഹൈന്ദവ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. ആ ഉ മ, ആ അനാദി, 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 അജയ്യൻ, അതിപരാശക്തി, ആദ്യൻ, അന്ത്യൻ. അതാരാണ്? അല്ലാഹ്. അബൂബക്കർ നൽകുന്ന മറുപടിയല്ല. പ്രവണോപനിഷത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം 13 ശ്ലോകങ്ങളുള്ള ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അനാദിയായ ദൈവം, ഉദ്ധരിക്കുന്നവൻ അവനാണ്, മാ മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. അതാണ് ആ ഓ മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം തന്നെ. അപ്പൊ ഈ ഒരു ഓമിന്റെ പേരിൽ നമ്മൾ പരസ്പരം അടിക്കുകയോ, ഒരു ചന്ദ്രക്കലയുടെ പേരിൽ പരസ്പരം അടിക്കുകയോ, ഒരു നമസ്കാര തഴമ്പിന്റെ പേരിലോ, തൊപ്പിയുടെ താടിയുടെയോ, അതല്ലെങ്കിൽ ചന്ദനക്കുറിയുടെ പേരിലോ നമ്മൾ തമ്മിലടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ പുരാണത്തെ വിശ്വസിച്ച് ജീവിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ. മഹീം സ്യാദ് സർവഭൂതാനി നിവർത്തിസ്തു മഹാഫല. യജുർവേദം പഠിപ്പിക്കുന്നു, സകലമാന വിപത്തുകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഋഗ്വേദം പഠിപ്പിക്കുന്നു, വ്യാസ മഹർഷിയുടെ വാക്കുകൾ പഠിപ്പിക്കുന്നു, നഹീം വൃഷം സംവനനം തൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഭ്രദേഷ്ഠ ദാനം ച മധുരാ ച വാക്. നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കിൻ, നല്ല വർത്തമാനം പറയുവിൻ, ദയയോടുകൂടി കഴിഞ്ഞുകൂടിൻ, സഹായങ്ങൾ ചെയ്യുവിൻ, ധർമ്മങ്ങൾ ധർമ്മനിരതരാകുവിൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈശ്വര ആരാധന. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. സമാനീവ ആകുതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസിദി. എങ്ങനെ ആയാലാണോ ജനങ്ങളിൽ ഐകമത്യം സംഭവിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ധർമ്മമാണ്. നമ്മളുടെ ധർമ്മം ചെയ്യുന്നവരായി മാറുക. തമ്മിലടിക്കാനോ കൊലയും കൊള്ളിവെപ്പ് നടത്താനോ ആരുടെയെങ്കിലും പ്രേരണയുടെ പേരിൽ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ ചെയ്യരുത്. ചിലപ്പോൾ ഒരു വീടിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോകുന്നത്, കൊലക്കിരയാകുന്നത്. ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തോട് നമ്മൾ കരുണ കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പച്ച മാവിലേക്ക് എറിഞ്ഞ, പച്ച വൃക്ഷത്തിലേക്ക് എറിഞ്ഞ കായ് കനികൾ അത് പാകമാകുന്നതിന് മുമ്പ് ആ വൃക്ഷത്തെ വേദനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് താക്കീത് നൽകിയെങ്കിൽ, പ്രാവിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞുമക്കളെ മാത്രം എടുത്തുകൊണ്ടുവന്ന അറബി കൂട്ടുകാരനോട് നബി തങ്ങൾ അതതിന്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചു കളഞ്ഞ അഗ്നിക്കരയാക്കിയ കാട്ടറബികളോട് ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചത് എന്ന് ചോദിക്കുകയും എറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരോടും വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സമന്വയം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത, ഈ നിലപാടെടുക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അന്തസത്തയും മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. All person equally entitled to freedom of conscience and right to freely profess, practice and propagate religion. ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഭാരതീയരാണ് നമ്മൾ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ, ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിന്റെ നിയമപുസ്തകം നമ്മുടെ ചങ്കല ചോരയാണെങ്കിൽ അതിൽ എഴുതി വെക്കപ്പെട്ട തത്വങ്ങളാണിത്. ഓരോ മനുഷ്യനും
ഓരോ ഇന്ത്യക്കാരനും ഓരോ പൗരനും അവന്റെ നിയമം അനുസരിച്ച് അവന്റെ ദൈവത്തെ, അവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ, അവന്റെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വഴികളെ നമ്മൾ സ്വീകരിക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭാരത രാജ്യത്തെ സ്നേഹിച്ചത് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭാരതത്തോട് അവർക്ക് ഒരു നിലയ്ക്കും ഒരു വിദ്വേഷമോ പ്രയാസങ്ങളോ ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ റഹ്മഹുല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ നാടിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ, മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ റഖനാ ഹിന്ദി ഹൈ ഹം വതൻ ഹൈ ഹിന്ദോസിതാ ഹമാരാ चिश्ती ने जिस ज़मीं में पैगाम हक सुनाया, नानक ने जिस चमन में वहदत का गीत गाया, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मधुरा जननगर है, आशिकी दिलबरी है, आरज़ू सीखा. ബഹുമാനപ്പെട്ട മൗലാന മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി വിജയത്തിന്റെ വീതിയോതിയെങ്കിൽ, ബഹുമാനപ്പെട്ട ഗുരുനാനക് ഐക്യത്തിന്റെ പാട്ട് പാടിയെങ്കിൽ, മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്, മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്. ആരാ പാടിയത്? ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും കൽപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ റഖനാ ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദോസിതാ ഹമാരാ. ഒരു സമുദായവും തമ്മിലടിക്കാനോ, ഒരു സമുദായവും പകയോടുകൂടി പ്രവർത്തിക്കാനോ, ഒരു സമുദായവും വിദ്വേഷം വെച്ച് പുലർത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്, ഹിന്ദോസിതാ ഹമാരാ, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. മധുരാ ജനനഗർ ഹേ, ആശിഖീ ദിൽബരി ഹേ, ആർജോ സീഖാ. കൃഷ്ണൻ ജനിച്ച മധുര പട്ടണം, ഹിന്ദു സഹോദര, അതൊരു സ്നേഹത്തിന്റെ പട്ടണമെന്ന് പാടിയത് ഒരു മുസ്ലിം അല്ലയോ? ഒരു മുസ്ലിമാണ്. എത്രത്തോളം സ്നേഹം! ഈ പരിശുദ്ധമായ കാസർഗോഡിന്റെ മണ്ണിൽ കാല് ചവിട്ടാൻ അറബികൾക്ക് സൗകര്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളല്ലയോ? അതിനുള്ള വഴികൾ കൊടുത്തതും അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ കൊലവിളിയില്ല, അവിടെ വർഗീയതയില്ല. ഇന്നും കേരളത്തിന്റെ എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ വിനീതൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് പ്രസംഗിക്കാൻ പോയപ്പോ, പാലക്കാട് മണ്ണാർക്കാട്ടിൽ പ്രഭാഷണത്തിന് പോയപ്പോ 20 സ്വാമിമാരാണ് ആ പരിപാടി നിയന്ത്രിക്കാൻ വാളണ്ടിയർ ആയിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. എന്നോട് അതിന്റെ സംഘാടകർ, മുസ്ലിം സംഘാടകർ പറഞ്ഞു, ഉസ്താദെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 സ്വാമിമാർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 2-2.5 ഏക്കർ ജാഗ, സ്ഥലം എല്ലാം കാടുകൾ തെളിച്ചു കൊടുത്ത് വൃത്തിയാക്കിയത് സ്വാമിമാർ. ആ സ്ഥലം കൊടുത്തത് ഹിന്ദു സഹോദരങ്ങൾ. 5 ദിവസത്തെ പ്രഭാഷണങ്ങൾ, ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടികളിൽ പരിപൂർണമായി ഹിന്ദു സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന പ്രഭാഷണങ്ങൾ കേട്ടു. ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യം നമുക്കുണ്ടാകണം. ആരെങ്കിലും പണത്തിന്റെ കൊഴുപ്പ് തിമറ് കാണിച്ചുകൊണ്ട് സാധുക്കളെ വെട്ടാനോ കൊല്ലാനോ നമ്മളോട് കൽപ്പിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മരിച്ചുപോയാൽ അവൻ ചെയ്ത ധർമ്മം കൊണ്ടേ അവന് പ്രയോജനപ്പെടൂ എന്നാണ് വിശ്വാസ പ്രമാണം. പരിശുദ്ധ ഇസ്ലാം മരിച്ചുപോയാൽ നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹിന്ദു സഹോദരങ്ങൾക്ക് ഇനി ഒരു പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവരുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കും, അവർക്കൊരു പുനർജന്മമുണ്ട്. അവരെന്തിനാണ് വൈകിട്ട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥന എന്താണ്? നരനായിങ്ങനെ ജനിച്ചോ ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഹിന്ദു സുഹൃത്തുക്കൾ പാടുന്ന എന്താ അർത്ഥം? നരകത്തിൽ നിന്ന് കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാനിവിടെ ഒരു നരകതുല്യ ജീവിതമാണ് നയിക്കുന്നത്. ഹിന്ദു സഹോദരന്റെ പ്രാർത്ഥനയാണ്. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോയിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം,
അവിവേകശാലികൾ പാവികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പ് നീശ്വരാ. ഹിന്ദു സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനർത്ഥം എന്താ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതോ വിമുഖ ബാന്ധവയാന്തി ധർമ്മസ്തമനുഗച്ഛതി. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, ഒരു ഹൈന്ദവ സഹോദരൻ അവൻ മരിച്ചുപോയാൽ അവന്റെ ധർമ്മമല്ലാതെ അവനോടൊപ്പം അനുഗമിക്കുകയില്ല. ഹൈന്ദവ പുരാണമാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളോ, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? എന്റെ ജീവിതം ഇവിടെയല്ല, ഞാൻ പരലോകത്തേക്കുള്ളവനാണ്. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം അവിടെയാണ്, അക്കരയാണ്. അക്കരെ എവിടെയാണ്? നാളെ ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം. യഹോവയല്ലാതെ ഒരു ദൈവമില്ല. യഹോവയെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് യഹോവ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല, ആ അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. തിമോത്തയോസ് എഴുതിയ ലേഖനത്തിൽ കാണാം, നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്തവനാണ് ദൈവം, പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഴങ്ങൾ തേടുന്നു ദൈവം, ആത്മാവെ നേടുന്നു ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, അന്തരംഗം കാണും ദൈവം. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കാണുന്നവനാണ് ദൈവം. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്.